നമ്മളിപ്പം ഈ 8 വർഷത്തെ നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കരിയറിൽ കുറെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾക്കും ഒരു ക്ലയന്റിന്റെ വർക്ക് നമ്മളൊരു അസൈൻമെന്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യാനോ അതിൽ പെർഫോം ചെയ്യാനോ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു പ്രശ്നമുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ജസ്റ്റ് ഒരു ലൈസൻസ് കിട്ടിയിട്ടുള്ള ഒരാളെയും കൊണ്ട് നമ്മളൊരു ഇന്നോവയില് കല്യാണത്തിന് ഫുൾ ആളുകളെയും കയറ്റി കല്യാണത്തിന് പോകില്ലല്ലോ. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരിക്കലും ജസ്റ്റ് ഇത്തരത്തിലൊരു ഇന്റർവ്യൂവിൽ ഒരു അസൈൻമെന്റ് പോലും ചെയ്യാൻ കഴിയാത്ത ഒരാളെ ക്ലയന്റിനെ നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ ക്ലയന്റിനെ നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കാത്ത ഒരാളെ ഒരു ഏജൻസിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ നമുക്ക് ജോലിക്കെടുക്കാനും സാധിക്കില്ല. ഇത്തരത്തിൽ ഇതൊക്കെ ഈ കോഴ്സുകളൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ജോലിക്ക് അപ്ലൈ ചെയ്ത് നമ്മുടെ ഇന്റർവ്യൂവിന് വരുന്ന ആളുകൾ ഇങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ അവർക്ക് വർക്ക് സ്റ്റേഷൻ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പം അവർക്ക് വർക്ക് സ്റ്റേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ സൃഷ്ടിക്കുക എന്നാണ് നമ്മൾ മാർക്ക് സ്കിൽ അക്കാഡമിയിൽ വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് ലേണിംഗ് പ്രോഗ്രാമിലൂടെ ഉദ്ദേശിക്കുന്നത്. വർക്ക് സ്റ്റേഷൻ എക്സ്പീരിയൻസ് കൃത്യമായി ലഭിച്ച് റിയൽ ക്ലയന്റിന്റെ വർക്ക് മെന്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ചെയ്ത് ഒരു പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് എന്തായാലും ഒരു ഇന്റർവ്യൂവിൽ നൽകുന്ന അസൈൻമെന്റ് കൃത്യമായി പൂർത്തിയാക്കാനും ക്ലയന്റിന് ROI ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ആ അസൈൻമെന്റിനെ മാറ്റാനും സാധിക്കും എന്നുള്ളത് തീർച്ചയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ഭയങ്കരമാണ്. അങ്ങനെയുള്ള ആളുകൾ എടുക്കാൻ വേണ്ടിയിട്ട് കമ്പനികൾ നിരവധി ഹയറിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ഏജൻസി എന്നുള്ള അടിസ്ഥാനത്തിൽ വർഷത്തിൽ എത്ര തവണയാണ് ഹയറിംഗ് നടത്തുന്നത്? കോമ്പീറ്റന്റ് ആയിട്ടുള്ള ആളുകളെ കിട്ടാൻ വേണ്ടി. നമ്മുടെ ക്ലയന്റ് സൈഡിലുള്ള പലരും ഇൻഹൗസ് ഒരു ഡീറ്റെയിൽ മാർക്കറ്റർ വേണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കോമ്പീറ്റന്റ് ആയിട്ടുള്ള ഒരാളെ കൊടുക്കാനില്ലാത്ത തരത്തിലേക്കാണ് ഉള്ളത്. എന്നാൽ അതേസമയം നമ്മൾ ഇന്റർവ്യൂ കോൾ ഇടുമ്പോൾ 100 കണക്കിന് കുട്ടികളാണ് ഇന്റർവ്യൂവിന് വരുന്നത്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വർക്ക് സ്റ്റേഷൻ ബേസ്ഡ് ലേണിംഗ് മെത്തേഡിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്.